നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. സ്കൂൾ സമയമാറ്റം സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൊച്ചിയിൽ പിടിയിലായ യൂട്യൂബർ വൻ ലഹരിമരുന്ന് വിൽപ്പനക്കാരി. ഭാസ്കരകാരണവർ കൊലപാതകം പ്രതി ഷെറിൻ ശിക്ഷാ ഇളവ് നേടി ജയിൽ മോചിതയാകുന്നു. കുസും പദ്ധതിയിൽ നടക്കുന്നത് വൻ വെട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. സ്കൂൾ സമയമാറ്റം സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമയമാറ്റം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കുള്ള സമയം ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. 37 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. സർക്കാരിന് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് മറ്റെന്തിനേക്കാളും പ്രധാനമെന്ന് മന്ത്രി പറഞ്ഞു. വിദഗ്ധ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ടൈം ടേബിൾ ആണ് ഇപ്പോഴുള്ളത്. അതിലൊരു മാറ്റം വരുത്തുന്നത് ചിന്തിക്കുന്നില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ പിടിയിലായ യൂട്യൂബർ വൻ ലഹരിമരുന്ന് വിൽപ്പനക്കാരി. 22 ഗ്രാം അതിമാരക മയക്കുമരുന്നായ MDMAയുമായി ആൺ സുഹൃത്തിനൊപ്പം കൊച്ചിയിൽ പിടിയിലായ യൂട്യൂബർ വൻ ലഹരി വിൽപ്പനക്കാരിയാണെന്ന വിവരങ്ങൾ പുറത്ത്. റിൻസി മുംതാസ് വാട്സപ്പ് വഴി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി കച്ചവടം നടത്തി വന്നിരുന്നതായാണ് വിവരം. ലഹരി മരുന്ന് വാങ്ങാൻ പണം മുടക്കിയിരുന്നത് റിൻസിയായിരുന്നുവെന്നും പണവും ലാഭവും വാങ്ങിയിരുന്നത് ഇന്നലെ ഒപ്പം പിടിയിലായ യാസർ അറഫാത്താണെന്നുമാണ് കണ്ടെത്തൽ. 750ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ റിൻസി ലഹരി വിൽപ്പനയ്ക്കായി രൂപീകരിച്ചിരുന്ന ാണ് വിവരം. ലഹരി മരുന്നുകൾ എത്തിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. DJ കൂടിച്ചേരലുകളിലാണ് അത്രേ ഇവ ആവശ്യക്കാർക്ക് എത്തിച്ചിരുന്നത്. ഇന്നലെ തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് റിൻസിയും സുഹൃത്തും പിടിയിലായത്. ഭാസ്കരകാരണവർ കൊലപാതകം പ്രതി ഷെറിൻ ശിക്ഷ ഇളവ് നേടി ജയിൽ മോചിതയാകുന്നു. ചെങ്ങന്നൂരിലെ പ്രമാദമായിരുന്ന ഭാസ്കരകാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുന്നു. ശിക്ഷാ ഇളവ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ഷെറിൻ അടക്കം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 14 വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയ വിവിധ ജയിലുകളിലുള്ള 11 പേരുടെ ശിക്ഷാ കാലാവധിയാണ് ഇളവ് ചെയ്യുന്നത്. 2009 നവംബറിലാണ് നാടിനെ ഞെട്ടിച്ച ഭാസ്കരകാരണവർ കൊലപാതകം നടക്കുന്നത്. ഷെറിന്റെ ഭർതൃപിതാവാണ് കൊല്ലപ്പെട്ട കാരണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യയാണ് ഷെറിൻ. ഷെറിന്റെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളും വിവാഹേതര ബന്ധങ്ങളും അറിഞ്ഞതാണ് ഭർതൃപിതാവിനെ കൊലപ്പെടുത്താൻ ഷെറിനെ പ്രേരിപ്പിച്ചത്. 2010 ജൂണിലാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് ശിക്ഷ വിധിച്ചത്. കുസും പദ്ധതിയിൽ നടക്കുന്നത് വൻ വെട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തല. സാധാരണ കർഷകർക്ക് സഹായകമായ സൗരോർജ പമ്പുകൾ ലഭ്യമാക്കാനുള്ള കുസും പദ്ധതിയിൽ നടക്കുന്നത് വൻ വെട്ടിപ്പാണെന്ന് രമേശ് ചെന്നിത്തല. അനർട്ട് നടത്തിയത് വൻ അഴിമതിയാണെന്നും ഇതിൽ വൈദ്യുതി മന്ത്രിക്ക് പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സർക്കാർ അനുവാദമില്ലാതെയാണ് അനർട്ട് CEO ടെൻഡർ വിളിച്ചത്. അനർട്ട് CEOയ്ക്ക് ഇങ്ങനെ അനുമതി നൽകാനാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ പുതിയ പതിപ്പ് തയ്യാറായി. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേര് മാറ്റിയ സുരേഷ് ഗോപി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയുടെ പുതിയ പതിപ്പ് എഡിറ്റിംഗ് പൂർത്തിയാക്കി തയ്യാറായി. സിനിമയുടെ റിലീസിംഗിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിലുണ്ടായ സമവായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പതിപ്പ് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയത്. ഇത് ഉടനെ സെൻസർ ബോർഡിന് റിലീസിംഗ് അനുമതിക്കായി കൈമാറും. സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ കോടതി നടപടിക്കിടെ നായികയുടെ പേര് അഭിസംബോധന ചെയ്യുന്നിടത്ത് ശബ്ദം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തി. വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കൊച്ചുവേളി ഭവ്നഗർ എക്സ്പ്രസ് വണ്ടി കടന്നു പോകുമ്പോഴാണ് സ്ലാബ് കണ്ടത്. ദുരൂഹത നീക്കാൻ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അധ്യാപകനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനും ഇടുക്കി വണ്ടൻമേട് സ്വദേശിയുമായ ഷിബുവിനെ ഇന്ന് രാവിലെ ചുങ്കത്തെ ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പുലിപ്പല്ല് വിവാദം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. വനം വകുപ്പ് പരാതിക്കാരനായ AM മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി രേഖപ്പെടുത്തി. 21-ന് ലഭ്യമായ തെളിവുകളുമായി പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാകുവാൻ ഇയാൾക്ക് വനം വകുപ്പ് നിർദ്ദേശം നൽകി. കൈക്കൂലി ആവശ്യപ്പെട്ട അഗ്നിശമന സേന സ്റ്റേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. പാലക്കാട് സ്റ്റേഷൻ ഓഫീസർ ഹിതേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പാലക്കാട്
പാലക്കാട് സ്വദേശി നൽകിയ പരാതിയിലാണ് ഹിതേഷ് കുറ്റക്കാരനാണെന്ന് വിജിലൻസ് കേസെടുത്തിരുന്നത്. 3 സ്റ്റാർ ലൈസൻസ് പുതുക്കുന്നതിനായി ഫയർ NOC ആവശ്യപ്പെടുത്തിയ ആളോട് ഹിതേഷ് 1 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടുവെന്നാണ് കേസ്. വിജിലൻസ് നിർദ്ദേശപ്രകാരമാണ് ഹിതേഷിന്റെ സസ്പെൻഷൻ. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഇടുക്കിയിൽ എലിപ്പനി പടർന്നു പിടിക്കുന്നു. ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ എലിപ്പനി പടർന്നു പിടിക്കുന്നു. 10 കേസുകളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചത്. ദേവിയാർ കോളനിയിലാണ് കൂടുതൽ രോഗം ബാധിച്ചവരുള്ളത്. 5 പേർ. കുമളി, നെടുങ്കണ്ടം, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, വാഴത്തോപ്പ് എന്നിവിടങ്ങളിലായി ഓരോരുത്തർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ ഉദയഗിരി മാവുംതട്ട് നഗറിൽ 65-കാരിയായ പുതുശ്ശേരി കല്യാണിക്കാണ് ഇന്നലെ വൈകിട്ട് പരിക്കേറ്റത്. തുണി അലക്കുമ്പോൾ കുതിച്ചെത്തിയ കാട്ടുപന്നി കല്യാണിയെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാസ്പോർട്ട് അപേക്ഷകളിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സേവാ വാൻ. പാസ്പോർട്ട് അപേക്ഷകർക്ക് സേവനങ്ങൾക്കായി ഇനി കാത്തിരിക്കേണ്ടതില്ല. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സേവാ വാനുകൾ അപേക്ഷകരുടെ അരികിലെത്തുന്നു. തിരുവനന്തപുരം മേഖലാ പാസ്പോർട്ട് ഓഫീസാണ് നൂതനമായ ഈ പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ കളക്ടർ അനുകുമാരിയും മേഖലാ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയിയും ചേർന്ന് ആദ്യ സേവാ വാൻ ഇന്നലെ നിരത്തിലിറക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് സേവാ വാനിന്റെ പ്രയോജനം ലഭ്യമാകും. കണ്ണൂരിൽ കള്ളത്തോക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ പരിശോധന, ഒരാൾ പിടിയിൽ. കണ്ണൂർ രാജപുരത്ത് കള്ളത്തോക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ. കാർത്തികപുരം എരുത്തമാട് സ്വദേശി 55-കാരനായ അജിത് കുമാറാണ് പിടിയിലായത്. ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് 2 തോക്കുകളും നിർമ്മാണത്തിലിരുന്ന തോക്കും നിർമ്മാണ സാമഗ്രികളും കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ ഇയാളുടെ സഹായികളായ ഷാജി, സന്തോഷ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ ഫർണിച്ചർ കടയിൽ തീപിടുത്തം. നെടുങ്കണ്ടത്ത് JPS ഫർണിച്ചർ കടയ്ക്കാണ് ഇന്നലെ രാത്രി തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് നിഗമനം. കടയുടെ മുൻഭാഗത്ത് വച്ചിരുന്ന ഫർണിച്ചറുകൾ, നെയിം ബോർഡ് എന്നിവയും മേൽക്കൂരയും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. പാലക്കാട് മുല്ലക്കര ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് വിച്ഛേദിച്ച വൈദ്യുതി 27-നകം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി. പാലക്കാട് മുല്ലക്കര ഉന്നതിയിലെ എല്ലാ വീടുകളിലും 27-നകം വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. കുടിശ്ശിക കാരണം ഇവിടത്തെ 20 കുടുംബങ്ങൾക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനും പുതിയ കണക്ഷൻ നൽകാനും 5.57 ലക്ഷം രൂപയ്ക്കുള്ള ചെക്ക് മന്ത്രി നൽകി. പ്രവർത്തന മികവിന് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് ദേശീയതല അംഗീകാരം. ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് പ്രവർത്തന മികവിനുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ISO അംഗീകാരമാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് സ്റ്റേഷന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ജ്ഞാനപ്പന ആലാപനം സംഘടിപ്പിച്ചു. പാലക്കാട് രാമനാഥപുരം NSS കരയോഗം ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ ജ്ഞാനപ്പാന ആലാപനം സംഘടിപ്പിച്ചു. രാമനാഥപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിയ ആലാപന ചടങ്ങ് P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം സെക്രട്ടറി
ഹരിദാസ് മച്ചിങ്ങൽ അധ്യക്ഷനായിരുന്നു. രാമനാഥപുരം ഗ്രാമസമൂഹം പ്രസിഡന്റ് VS കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലാപനത്തിന് ശേഷം ദീപാരാധനയും പ്രസാദ വിതരണവും നടന്നു. ജ്ഞാനപ്പാന ആലാപനത്തിന് മീനാക്ഷി അയ്യർ, അനുരാധ ശ്രീറാം, ഷീല രവീന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ സമയമാറ്റം സർക്കാരിനെ വിരട്ടുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൊച്ചിയിൽ പിടിയിലായ യൂട്യൂബർ വൻ ലഹരിമരുന്ന് വിൽപ്പനക്കാരി. ഭാസ്കര കാരണവർ കൊലപാതകം പ്രതി ഷെറിൻ ശിക്ഷാ ഇളവ് നേടി ജയിൽ മോചിതയാകുന്നു. MM കുസും പദ്ധതിയിൽ നടക്കുന്നത് വൻ വെട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.